لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. صدق الله العظيم. എല്ലാവരും ഇഅ്തികാഫിന്റെ നീയത്തോടുകൂടി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. വിശുദ്ധമായ സൂറത്തുൽ സൽസല അല്ലെങ്കിൽ സിൽസാൽ ആ സൂറത്താണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. സൽസലത്ത് അല്ലെങ്കിൽ സിൽസാൽ രണ്ട് പേരും ഈ സൂറത്തിന് കാണാൻ കഴിയും. രണ്ടും ഒരേ അർത്ഥമില്ല. നമ്മുടെ ഭൂമി പ്രകമ്പനം കൊള്ളുക, നമ്മുടെ ഭൂമി കുലുക്കം എന്ന് പറയാറില്ല. അതാണ് ഈ സൂറത്തിന്റെ അർത്ഥം. സൂറത്തിന്റെ പേര്, അതിന്റെ അർത്ഥം. അതുപോലെ ചില സൂറത്തുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാമകരണം അല്ലെങ്കിൽ ആ സൂറത്തിന്റെ പേര് വരുന്നത് ആ സൂറത്ത് മുഴുവൻ ആ വിഷയം പ്രതിപാദിച്ചതുകൊണ്ടാവില്ല. സൂറത്തുൽ ബഖറ ഏറ്റവും വലിയ സൂറത്താണ് ഖുർആനിൽ. ബഖറ എന്ന് പറഞ്ഞാൽ പശു എന്നാണ്. ആ സൂറത്തിലൂടെ നീളം പശുവിന്റെ കാര്യങ്ങൾ പറയുന്നില്ല. അതില് ഏതാനും ചില ആയത്തുകൾ ബനീ ഇസ്രാഈലിന്റെ സമൂഹത്തിന്റെ ചില സുപ്രധാന ആയത്തുകൾ അവരോട് പശുവിനെ അറുക്കാൻ പറയുന്നത്, ആ പശു ഏത് നിറത്തിലായിരിക്കണമെന്ന് അവർ തിരിച്ചു ചോദിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചില ഭാഗങ്ങൾ ഒരൊറ്റ ഭാഗത്ത് വരുന്നുണ്ട്. ആ ഒരു വിഷയം ആസ്പദമാക്കിയിട്ടാണ് ആ സൂറത്തിന് ബഖറ എന്ന് പേരുള്ളത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ സൂറത്തുകളുടെ പേര് അങ്ങനെയാണ് നിശ്ചയിക്കുക. അല്ലാതെ മുഴുവനും ആ സൂറത്തിൽ ആ പേര് പ്രതിപാദ്യ വിഷയമായതുകൊണ്ടാവില്ല. ഈ സൂറത്തിൽ ഭൂമി കുലുക്കത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നു. ഭൂമി കുലുങ്ങി കഴിഞ്ഞാൽ, ഭൂമി അതിന്റെ പ്രകമ്പനം കൊണ്ടാൽ, ഭൂമി കുലുക്കം ഇന്ന് നമുക്കൊരു ആപ്പ് തന്നെ അവൈലബിൾ ആണ്. ലോകത്ത് എവിടെയൊക്കെ ഏതൊക്കെ നിലയിൽ ഭൂമി കുലുക്കം ഉണ്ടായി, റിക്ടർ സ്കെയിലിൽ എത്രത്തോളം തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ഓരോ ഡെയിലി നമുക്ക് എടുത്തു നോക്കിയാൽ ഡെയിലി എവിടെയെങ്കിലൊക്കെ ആയിട്ട് ചെറിയൊരു കുലുക്കം നേരിയതായിട്ട് കാണാം. അപ്പൊ അത് ചിലപ്പോ അതിന്റെ റിക്ടർ സ്കെയിലിന്റെ തീവ്രത കൂടുമ്പോഴായിരിക്കും ആ പ്രശ്നം ഉണ്ടാവുക. ഒരു 8ഓ 9ഓ 10ഓ അങ്ങോട്ട് അതിന്റെ സ്കെയില് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ആ ഭൂമിയിൽ വസിക്കുന്നവർക്ക് അതിന്റെ ആ ഒരു പ്രകമ്പനം അറിയാൻ കഴിയും. അല്ലാഹു അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും കാക്കട്ടെ. ഖിയാമത്ത് നാളോട് അനുബന്ധിച്ച് ഒരു വലിയ ഭൂമി കുലുക്കം വരാനുണ്ട്. പല ഭൂമി കുലുക്കങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. സൂറത്തുൽ ഹജ്ജിന്റെ പ്രാരംഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ഭയപ്പെടണം, തഖ്വ ചെയ്ത് ജീവിക്കണം. ഇന്ന സൽസലത الساعة شيء عظيم. ഖിയാമത്ത് നാളോടനുബന്ധിച്ചൊരു പ്രകമ്പനം വരാനുണ്ട്, ഒരു ഭൂമികുലുക്കം വരാനുണ്ട്. അത് വലിയ ഒരു സംഭവ വികാസമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ.
അതിൻ്റെ എഫക്റ്റുകൾ ശേഷമുള്ള ആയത്തിൽ പറയുന്നുണ്ട്. അത് സുദീർഘമായി ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതായാലും അതിന് ശേഷം പറയുന്നത് يوم ترونها تذهل كل مرضعة عما أرضعت മുലയൂട്ടുന്ന സ്ത്രീകൾ തന്റെ കുഞ്ഞിനെ തൊട്ട് അശ്രദ്ധയിലാകുന്ന ഒരു അവസ്ഥയിൽ അത്രത്തോളം ഭീകരമായിരിക്കുന്ന ഭൂമിയുടെ പ്രകമ്പനം മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ മാതാവിന് തന്റെ കുഞ്ഞിനോട്, പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളോട് എത്രത്തോളം വാത്സല്യം കാണും അല്ലെ? ഹദീസിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് റഹ്മത്തിന്റെ ഈ പ്രത്യേക അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്, തന്റെ മാതാവിനൊരു കുഞ്ഞിനോടുള്ള വാത്സല്യം പ്രകാരമാണോ അതിനേക്കാൾ വാത്സല്യമാണ് നമ്മുടെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ അടിമകളോടുള്ളതെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തെ സംബന്ധിച്ച് പറയുന്നു. അപ്പോൾ മാതാവ്, മുലയൂട്ടുന്ന മാതാവ് തന്റെ ആ മുലയൂട്ടുന്ന കുഞ്ഞിനെ, ആ കുഞ്ഞിന്റെ കാര്യം പോലും മറന്നുപോകുന്ന കോലത്തിൽ ഒരു പ്രകമ്പനം ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് വരാനുണ്ട്. മാത്രമല്ല ഗർഭം ധരിച്ച ഗർഭിണികളായ സ്ത്രീകൾ, ആ സ്ത്രീകൾ ആ പ്രകമ്പനത്തിന്റെ തീവ്രത മൂലം അറിയാതെ പ്രസവിച്ചു പോകുന്ന ഒരു രംഗം വരാനുണ്ട്. നമ്മള് ഇപ്പൊ കഴിഞ്ഞ പലസ്തീൻ പ്രശ്നങ്ങളുടെ തുടക്ക സമയത്ത് പലരും വായിച്ചിട്ടുണ്ടാകും. ബോംബിന്റെ ആ സ്ഫോടനത്തിന്റെ വലിയ ശബ്ദം കേട്ടിട്ട് പല ഗർഭിണികളും പ്രസവിച്ചു പത്രമാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. അതായത് ആ ബോംബിന്റെ ആ ശബ്ദം കേട്ടപ്പോൾ അതിന്റെ തീവ്രതയിൽ, അതിന്റെ ഭീകരതയിൽ പെട്ടെന്ന് ഗർഭിണികളായ സ്ത്രീകളൊക്കെ പ്രസവിച്ചു വീഴുകയാണ്. ഇതൊക്കെ ചെറിയ സാമ്പിളുകളാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് നാളെ ആ ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് വരുന്ന ആ പ്രകമ്പനം, ആ ഭൂമിയുലക്കത്തിൽ ഗർഭിണികളായ സ്ത്രീകൾ അവരറിയാതെ പ്രസവിച്ചു പോകും. അവരുടെ ഉള്ളിലുള്ള ഗർഭം പുറത്തേക്ക് വരും. മാത്രമല്ല ജനങ്ങളൊക്കെ മദ്യലഹരിയിലായതുപോലെ വലിയ മത്ത് പിടിച്ചവരായി ഇതൊക്കെ കാണാൻ കഴിയും. നബിയേ ഹബീബിനോട് പറയുകയാണ്, ജനങ്ങളൊക്കെ ആ സമയത്ത് എന്തോ ലഹരി ഉപയോഗിച്ചതുപോലെ, മദ്യം കുടിച്ചതുപോലെ, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതുപോലെ മത്ത് പിടിച്ച കോലത്തിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാതെ അതിന്റെ ഭീകരതയിൽ എല്ലാവരും ഇങ്ങനെ അന്തിച്ചു നിൽക്കുന്ന ഒരു സമയം വരാനുണ്ട്. നാളെ ഖിയാമത്ത് നാളിൽ യഥാർത്ഥത്തിൽ അവരെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതല്ല, അവർ മദ്യം കുടിച്ചതല്ല, മറ്റ് ലഹരികൾ ഉപയോഗിച്ചതല്ല, മറിച്ച് അല്ലാഹുവിന്റെ കഠിനകഠോരമായ ശിക്ഷ അത് വളരെ കഠിനമാണ്, അത് വളരെ തീവ്രതയേറിയതാണ്. അതിന്റെ ആ ഭീകരത മൂലമാണ് ഈ വിഷയങ്ങൾ സംഭവിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. ഹൃദയത്തിൽ ഭൂമി കുലുക്കും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശിക്ഷയാണ്. അതായത് ഈ സൂറത്തിന്റെ നാമകരണം ആ ഭൂമിയുടെ പ്രകമ്പനത്തെ കുറിച്ചാണ് പറയുന്നത്. ഭൂമി പ്രകമ്പനം കൊണ്ട് കഴിഞ്ഞാൽ പറയുന്നുണ്ട്, ഭൂമി അതിന്റെ താഴ്ഭാഗമാണ് ഇങ്ങനെ ഇളക്കം സംഭവിച്ചാൽ, അതായത് നമുക്ക് സയന്റിഫിക് ആയിട്ട് എങ്ങനെയാണ് ഭൂമിയൊഴുക്കം ഉണ്ടാകുന്നത് എന്ന് പഠിക്കുന്നത് മനസ്സിലാകും. നമ്മുടെ ഭൂമിക്കടിയിൽ കുറെ പ്ലേറ്റുകളാണ്, ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭൂമി മൊത്തം എടുത്തു കഴിഞ്ഞാലും 7 ഭൂഖണ്ഡങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടല്ലോ. ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക, അങ്ങനെ 7 ഭൂഖണ്ഡങ്ങൾ, 7 കോണ്ടിനെന്റ്സ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്ലേറ്റ് എടുത്ത് വെച്ചതുപോലെ ഭൂമിയുടെ ഓരോ ഭാഗങ്ങളാണ്. ഇങ്ങനെ വിഭജിച്ച് വരുമ്പോഴാണ് 7 ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്ഥാനം ഇങ്ങനെ അനുഭവിച്ചരിക്കുന്നതിനനുസരിച്ച് അതിന്റെ സ്ഥാനങ്ങൾ മാറാറുണ്ട്. ചിലപ്പോൾ ഭൂഖണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് അങ്ങനെയാണ്. പണ്ട് 7 ഉണ്ടായിരുന്നില്ല,
അതായത് ഇങ്ങനെ വിഭജിച്ച് ഇപ്പോഴും ശാസ്ത്രം പറയുന്നത് ഇപ്പോഴും ഓരോ ഭൂഖണ്ഡങ്ങളും വിഭജനത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇങ്ങനെ മാറി മാറി തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്ലേറ്റുകൾ, അടിയിലുള്ള പ്ലേറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? നമ്മൾ 2 മരകഷ്ണങ്ങൾ എടുത്തിട്ട് നമ്മൾ ആണിയടിച്ച് വെച്ചിട്ട് അതിനെ ഉറപ്പിക്കുന്നത് എന്നതുപോലെ അള്ളാഹു ഈ പ്ലേറ്റുകൾ ചലിക്കാതിരിക്കാൻ അള്ളാഹു ഒരു സംവിധാനം നമ്മുടെ ഭൂമിയിൽ ചെയ്തിട്ടുണ്ട്. ആ സംവിധാനമാണ് നമ്മൾ കാണുന്ന മലകൾ, മൗണ്ടെയ്ൻസ്, നമ്മൾ കാണുന്ന മലനിരകൾ. അള്ളാഹു ഇതിനെ ഉറപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സംവിധാനിച്ചതാണ്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്, പർവ്വതങ്ങളെ നാം ആണികളാക്കി സൃഷ്ടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ ആണികൾ, ഒരാണിയുടെ ഒരു പ്രവർത്തനമാണ് ഈ പർവ്വതങ്ങൾ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പർവ്വതങ്ങളൊക്കെ ഇടിച്ചിട്ട് ചെറിയ ബിൽഡിങ്ങുകളും അതുപോലെ വീടുകളും ഒക്കെ വെക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലേ പല ഉരുൾപൊട്ടലുകളും മറ്റു പല പ്രശ്നങ്ങളും നമ്മുടെ ഭൂമിക്ക് വന്നേക്കാം. അല്ലാഹുവിന്റെ ഒരു രീതിയിൽ അതിനെ ബാലൻസ്ഡായി സംവിധാനിച്ച് വെച്ചേക്കുകയാണ്. മനുഷ്യന്റെ പ്രവൃത്തി മൂലം ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യൻ ചെയ്തത് കാരണമായിട്ടാണ് ഭൂമിയിൽ സകല പ്രശ്നങ്ങളും, കരയിലും കടലിലും ഒക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിത്തീരുന്നത് മനുഷ്യന്റെ ആ കൈക്രിയ മൂലമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന സംവിധാനം അങ്ങനെ നിലനിർത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ പരിസ്ഥിതിയെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഏതായാലും ഈ പ്ലേറ്റുകൾ, ആ പ്ലേറ്റുകളുടെ ചലനം പെട്ടെന്ന് പെട്ടെന്ന് സുപ്രഭാതത്തില് ഇതുപോലെ അതിന്റെ ഉറപ്പ് നഷ്ടപ്പെടുമ്പോൾ അതിതീവ്രമായി അതിന്റെ ചലനം സംഭവിക്കും. ആ ചലനം മൂലമായിരിക്കും പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടാവുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഭൂമികുലുക്കം ഉണ്ടാവുക. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പം വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ഭൂമി അതിന്റെ പ്രകമ്പനം കൊണ്ട് കഴിഞ്ഞാൽ, വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ, മാത്രമല്ല ഭൂമി അതിന്റെ ഉള്ളിലുള്ള ഭാരങ്ങളെ പുറത്തു തള്ളിക്കഴിഞ്ഞാൽ. ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഉള്ളിലുള്ള പലതും ചിലപ്പോൾ പുറത്തേക്ക് വരും, അലകൾ ഇടിഞ്ഞു വീഴും, അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിലുള്ള പാറകൾ അത് പൊടിഞ്ഞു പോകും. അങ്ങനെ പല പല വിഷയങ്ങൾ മഹാന്മാരും മുഫസ്സിരീകൾ പറയുന്നു. ഈ ആയത്തിന്റെ വ്യാഖ്യാനം, ഭൂമിയുടെ ഉള്ളിൽ മരിച്ചു വീണ് കിടക്കുന്ന ആ മൃതദേഹങ്ങൾ അത് പുറത്തേക്ക് വന്നാൽ, മയ്യത്തുകൾ പുറത്തേക്ക് വന്നാൽ മുഫസ്സിരീകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ആ സമയത്ത് മനുഷ്യൻ ചോദിക്കുമത്രേ, ഭൂമിക്ക് എന്താ പറ്റിയത്, എന്താ ഭൂമിക്ക് സംഭവിച്ചത്? പെട്ടെന്നൊരു പ്രകമ്പനമാണല്ലോ, എന്തേ ഭൂമിക്ക് പറ്റിയത് എന്ന് മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമെന്നാണ്. ഭൂമി അതിന്റെ വർത്തമാനം സംസാരിക്കുമ്പോ ഭൂമി അതിന്റെ വിശേഷങ്ങൾ ഇങ്ങനെ പറയുമെന്നാണ്. എന്താണ് അതിന്റെ വിശേഷം? ഭൂമിക്ക് പ്രത്യേകമായ സമ്മതം കൊടുത്തിട്ടുണ്ട്. ആ ഭൂമി അത് വിളിച്ചു പറയും. ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ, അതിന്റെ വിശേഷങ്ങൾ വിളിച്ചു പറയും. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയതോദിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സഹാബത്തിനോട് ചോദിച്ചു, അത്തദൂന മാ അഖ്ബാറുഹാ, എന്താണ് ഭൂമിയുടെ വർത്തമാനം, ഭൂമിയുടെ വിശേഷം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഭൂമി എന്താ പറയുന്നതെന്ന് നിങ്ങൾക്കറിയോ? സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഭൂമി അതിന്റെ വർത്തമാനം പറയുക എന്ന് പറഞ്ഞാൽ അത്തശഹദ അലാ കുല്ലി ഫുലാൻ, ഓരോ വ്യക്തികളുടെ പേരിൽ ഭൂമി സാക്ഷി നിൽക്കുമെന്നാണ്. നമ്മുടെ മേലിൽ ഭൂമി സാക്ഷി നിൽക്കും. ഇന്ന സമയത്ത്, ഇന്ന ദിവസത്തില്, ഇന്ന വർഷത്തിലെ, ഇന്ന ഡേറ്റിൽ, ഇന്ന സമയത്ത്, ഇന്ന സെക്കൻഡിൽ ഇന്ന പരിപാടിയല്ലേ ചെയ്തത്. ഭൂമി നമുക്ക് സാക്ഷി നിൽക്കുന്നതാണ്, ഇതിലെ സാക്ഷി നിൽക്കുന്നതാണ്. അത് ഖൈറായാലും ശർറായാലും ഭൂമി അത് വിളിച്ചു പറയും. ഈ ഇന്ന സമയത്ത് എന്റെ മുകളിൽ വെച്ച് നീ ഇന്ന പ്രവൃത്തിയല്ലേ ചെയ്തത് എന്ന് ഭൂമി വിളിച്ചു പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
يومئذ يصدر الناس أشتاتا ليروا أعمالهم. അങ്ങനെ ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ഈ ഭൂമി പ്രകമ്പനം കൊള്ളുമ്പോൾ, ഭൂമി അതിന്റെ ഉള്ളിലുള്ള ആ ഭാരങ്ങളെ പുറത്തേക്ക് തള്ളുമ്പോൾ, മൃതദേഹങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് അല്ലേ ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് സൂറന്ന കാഹളത്തിൽ ഓതുമ്പോൾ രണ്ടാമത്തെ ഊത്തില് മരിച്ചു കിടക്കുന്നവരൊക്കെ എഴുന്നേറ്റ് വരുമെന്ന മഹ്ശറയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അല്ലാഹു ജീവനിട്ട് കൊടുക്കും. ആ സമയത്ത് വ്യത്യസ്തങ്ങളായിട്ട് ആളുകൾ പുറത്തേക്ക് വരും. വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് ആളുകൾ ഇങ്ങനെ പുറത്തേക്ക് വരും. അല്ലാഹുവിന്റെ അമലുകളെ പോലും കാണിച്ചു കൊടുക്കും. ഈ ആളുകളൊക്കെ ഭൂമിയിൽ ചെയ്ത അമലുകൾ അല്ലാഹു അവർക്ക് കൃത്യമായി കാണിച്ചു കൊടുക്കും. അല്ലാഹു ഹിസാബിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകളെ ആ ഖബറിലേക്ക് എഴുന്നേൽപ്പിച്ചിട്ട് അല്ലാഹു കൊണ്ടുപോകും. അല്ലാഹു നമ്മുടെ ഹിസാബ് എളുപ്പമാക്കി തരട്ടെ. ആരെങ്കിലും ഒരു അടിമണി തൂക്കം, ദർവ എന്ന് പറഞ്ഞാൽ ഒരു അണു എന്ന് പറയില്ലേ, ആറ്റം അല്ലേ, അണുബോംബ് എന്നൊക്കെ പറയും. അത് ദർവ എന്ന് പറഞ്ഞാൽ ഒരു അണു തൂക്കം. അത്രയും ചെറിയ അമല് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അമലിനെ അവർ നേർക്ക് കാണും. അല്ലാഹു ആ അമലിനെ അവർക്ക് കാണിച്ചു കൊടുക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നന്മയാണെങ്കിൽ ആ നന്മ കറക്റ്റിന് അവിടെ കാണും. ഒരാൾ ചെയ്യുന്നത് തിന്മയാണെങ്കിൽ ആ തിന്മ എത്ര ചെറിയ നിസ്സാരമായ തിന്മയാണെങ്കിലും അല്ലാഹു അവന്റെ മുന്നിൽ ലൈവായിട്ട് കാണിച്ചു കൊടുക്കും. ലോകത്ത് അല്ലാഹു അങ്ങനെ ഓരോരുത്തരും ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ ലൈവായിട്ട് നമ്മളിങ്ങനെ ടെലികാസ്റ്റിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്നത് പോലെ ഓരോരുത്തർക്കും അവരുടെ അമലുകൾ, അവരുടെ ഏടിൽ ചെയ്ത അമലുകൾ ഇങ്ങനെ ലൈവായി കാണാൻ കഴിയും. ചിലപ്പോൾ ആളുകൾ അല്ലേ നമ്മൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ വശമായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാഹുമ്മ ലാ തഫ്ളഹ്നാ, അല്ലാഹുവേ ഞങ്ങളെ നീ വശമാക്കരുതേ, ബൈന റൂസിൽ ഖലാഇഖ്, ആളുകൾക്കിടയിൽ ലാ ഫി ദുനിയ വലാ ഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ വശമാക്കരുതേ, അല്ലാഹുവേ ഞങ്ങളെ നീ വശമാക്കരുതേ റഹ്മാനേ. അപ്പോൾ നാളെ നമ്മുടെ അമലുകൾ നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ നല്ല അമലുകളൊക്കെ കാണണമെങ്കിൽ നമ്മൾ നമ്മുടെ സമയങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം. നല്ല അമലുകൾ കൊണ്ട് ധന്യമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനും റമദാനും അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട